ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഈസി ഇംഗ്ലീഷിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ഉണ്ടായിരുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ മലയാളീസിനും ഇത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഡിസ്കസ് ചെയ്യുന്നത് വുഡ് യു പ്ലീസിൻ്റെ യൂസേജസ് ആണ്. അതായത് ഒരു റിക്വസ്റ്റ് ആണ് വുഡ് യു പ്ലീസ്, ഒന്ന് ചെയ്യാമോ, ഒന്ന് ചെയ്തു തരാമോ എന്നൊക്കെയുള്ള ഒരു യൂസേജ് ആണ് വുഡ് യു പ്ലീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സെൻറ്റൻസുകളിൽ നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് വുഡ് യു പ്ലീസ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ, ഈ കറി ഒന്ന് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാമോ. നമ്മൾ എവിടെ, ഇപ്പോൾ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരാളോട് ചോദിക്കുകയാണ് ഈ കറി, അല്ലെങ്കിൽ ഇപ്പോൾ കറി എന്നുള്ളത് തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും ഒരു സാധനം ഇതൊന്ന് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കാമോ. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? വുഡ് യു പ്ലീസ് മൂവ് ദ കറി ഹിയർ? വുഡ് യു പ്ലീസ് മൂവ് ദ കറി ഹിയർ? സോ എനിക്ക് ഒരു 100 രൂപയുടെ ചില്ലറ തരാമോ. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, എനിക്കൊരു 100 രൂപേൻ്റെ ചില്ലറ ആവശ്യമുണ്ട്, അതൊന്ന് തരുമോ. എങ്ങനെ ചോദിക്കും നമ്മൾ? വുഡ് യു പ്ലീസ് ഗീവ് മീ ചേഞ്ച് ഫോർ 100 bucks? വുഡ് യു പ്ലീസ് ഗീവ് മീ ചേഞ്ച് ഫോർ 100 bucks? സോ ഇനി ബാത്റൂമിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കും? വുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് ഇൻ ദ ബാത്റൂം? വുഡ് യു പ്ലീസ് സ്വിച്ച് ഓഫ് ദ ലൈറ്റ് ഇൻ ദ ബാത്റൂം? കുറച്ച് നീങ്ങിയിരിക്കാമോ. നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്താണ്, നമുക്കിപ്പോൾ സീറ്റില്ല, അപ്പോൾ അയാൾ കുറച്ച് നീങ്ങിയിരുന്നാൽ നമുക്ക് സീറ്റ് കിട്ടും. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, കുറച്ചൊന്ന് നീങ്ങിയിരിക്കാൻ പറ്റുമോ. എങ്ങനെ ചോദിക്കും? വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? സോ ഈ മേശ പിടിച്ച് പുറത്തേക്ക് ഇടാനൊന്ന് കൂടാമോ. അതായത് എന്തെങ്കിലും ഒരു സാധനം പിടിച്ച് പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരാളുടെ ഹെൽപ്പ് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കും? വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട് വിത്ത് ദിസ് ടേബിൾ? ഏതെങ്കിലും ഒരു സ്ഥാപനം എവിടെയാണെന്ന് നമ്മൾ ചോദിക്കുന്ന വിധം അതെങ്ങനെയാണ് നമുക്ക് ചോദിക്കുക. അതിനും നമുക്ക് ഈ വുഡ് യു പ്ലീസ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അത് ഏത് രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു സ്ഥാപനം, ഇപ്പോൾ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ബാങ്ക് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ്, ഇതുപോലുള്ള സ്ഥാപനങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുന്ന വിധം. സോ ബസ് സ്റ്റാൻഡ് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ. വുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ ബസ് സ്റ്റാൻഡ് ഈസ്? മെഡിക്കൽ കോളേജ് എവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ. വുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ മെഡിക്കൽ കോളേജ് ഈസ്? ഇനി ഒരു എന്താണ്, ഡ്രസ്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ട് അവിടെ ഷർട്ടിൻ്റെ സെക്ഷൻ എവിടെയാണെന്ന് ഒന്ന് ചോദിക്കണം. അപ്പോൾ നമുക്കതൊന്ന് പറഞ്ഞു തരാമോ എന്നെങ്ങനെ ചോദിക്കാം? വുഡ് യു പ്ലീസ് ടെൽ മീ വേർ ദ ഷർട്ട് സെക്ഷൻ ഈസ്? വാഹനങ്ങളുടെയും മറ്റു സമയം ചോദിക്കുന്ന വിധം, അതായത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള വെഹിക്കിൾ എപ്പം വരും, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുന്ന, ആ സമയം മറ്റും ചോദിക്കുന്ന വിധം നമുക്കിങ്ങനെ ചോദിക്കാം. കോഴിക്കോട്ടേക്കുള്ള അടുത്ത ട്രെയിൻ എത്ര മണിക്കാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ. നമ്മളെങ്ങനെ ചോദിക്കും? Would you please tell me what time is the next train to Calicut? Would you please tell me what time is the next train to Calicut? തിരുവനന്തപുരത്തേക്കുള്ള ആദ്യത്തെ ട്രെയിൻ എത്ര മണിക്കാണ് എന്നൊന്ന് പറഞ്ഞു തരാമോ. ആദ്യത്തെ ട്രെയിനാണ്. എങ്ങനെ ചോദിക്കും? Please tell me what time is the first train to Trivandrum? ഓക്കെ. സൗദിക്ക് അടുത്ത വിമാനം എത്ര മണിക്കാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ. എങ്ങനെ ചോദിക്കും? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ടൈം ഈസ് ദ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു സൗദി? സോ ഇനി തീയതി അല്ലെങ്കിൽ ദിവസം ഒക്കെ നമ്മൾക്ക് ഈ വുഡ് യു പ്ലീസ് വെച്ചിട്ട് ചോദിക്കാം. അത് ഏത് രീതിയിൽ ചോദിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. പരീക്ഷ എത്രാം തീയതിയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ. എങ്ങനെ ചോദിക്കും? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് ദ എക്സാം? ഓക്കെ. കല്യാണം ഏത് ദിവസമാണ് എന്നുള്ളത് പറയാമോ. അതെങ്ങനെ നമ്മൾ ചോദിക്കും? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേ ഈസ് ദ മാരേജ്? സോ ഉദ്ഘാടനം എത്ര തീയതിയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ. എങ്ങനെ ചോദിക്കും? വുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് ഡേറ്റ് ഈസ് ദ ഇനാഗ്രേഷൻ? ഇനി കടം ചോദിക്കുന്ന വിധം, ഒരാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ കടം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വുഡ് യു പ്ലീസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കുട ഒന്ന് തരുമോ എന്ന് നമ്മൾ കടം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചോദിക്കും? വുഡ് യു പ്ലീസ് ലെൻഡ് മീ യുവർ അംബ്രല്ല? സോ
കുറച്ച് നേരത്തേക്ക് താങ്കളുടെ ബൈക്ക് ഒന്ന് തരുമോ എന്ന് കടം ചോദിക്കുന്നതായിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഉപയോഗിക്കുക? വുഡ് യു പ്ലീസ് ലെൻഡ് മീ യുവർ ബൈക്ക് ഫോർ എ വൈൽ. ഒരു ദിവസത്തേക്ക് ഒരു 500 രൂപ കടം തരുമോ? വുഡ് യു പ്ലീസ് ലെൻഡ് മീ $500 ഫോർ എ ഡേ. ലെൻഡ് മീ $500 ഫോർ എ ഡേ. സോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.